കോൺട്രാക്ട് മാരേജ് ഭാഗം 68 റൈറ്റൻ ബൈ റോസ്. ദ്രേ ആകെ മൊത്തമൊന്ന് നോക്കി അർജുൻ. കല്യാണപ്പെണ്ണായി ഒരുങ്ങിയിറങ്ങി വരുന്നവളെ ഇടയ്ക്ക് മിന്നായം പോലെയൊക്കെയാണ് കണ്ടത്. അവളുടെ കാര്യങ്ങൾക്ക് മുന്നിൽ നിന്ന് നടത്താൻ താനല്ലാതെ മറ്റാരുമില്ലെന്നുള്ള ചിന്തയാണ് അർജുൻ എല്ലാം ഓടി നടന്ന് ചെയ്യാൻ കാരണം. ആങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അവളെ പറഞ്ഞയക്കണം, അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിലെ ആഗ്രഹം. അതതുപോലെ തന്നെ നടത്തുന്നുമുണ്ട്. എന്താടാ? അവൻ്റെ നിറഞ്ഞ കണ്ടതും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അർജുനെ പതിയെ തട്ടി. ഒന്നുമില്ല, ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. ആരുടെയും കണ്ണ് തട്ടണ്ട നിനക്ക്. അപ്പോൾ ഞാനോ അളിയാം? ശിവൻ അത് കേട്ട് ഇടയ്ക്ക് കയറി ചോദിച്ചതും അർജുൻ ചിരിയോടെ അവനെ നോക്കി. ഇപ്പോഴാണ് അവനോട് സംസാരിക്കാൻ ഒരടുപ്പമായത്. അളിയൻ വിളിയിൽ തന്നെ ഇത്രയും നാളുമുണ്ടായിരുന്ന അകൽച്ച അങ്ങ് മാറിയിട്ടുണ്ട്. അളിയനും കൊള്ളാം, പക്ഷേ എൻ്റെ പെങ്ങളുടെ അത്രയുമില്ല. അവളെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ പലരുടെയും കണ്ണുകൾ അവർക്ക് നേരെയാണ്. ഇതാണോ അവളുടെ ആങ്ങള എന്നായിരുന്നു പലരുടെയും സംശയം. കണ്ടാലും അങ്ങനെയൊക്കെ തോന്നും രണ്ടുപേരെയും. ഭദ്രയ്ക്ക് അവൻ്റെ സ്നേഹം കാണുമ്പോൾ കരച്ചിൽ വരുന്നുണ്ടെങ്കിലും അവൾ ഒരുവിധം അടക്കി നിർത്തി. തന്നെ ഇത്രത്തോളം ചേർത്ത് നിർത്താൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. കൂടെ പിറക്കാത്ത കൂടെപ്പിറപ്പ്. താൻ പലതവണ ആവർത്തിച്ച് പറയുന്ന കാര്യം. അതെ, അത് അർജുൻ തന്നെയാണ്. ആ സംസാരമൊക്കെ പിന്നെ. അളിയൻ നിൽക്ക്, നമുക്കൊരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. കുറേ നേരമായി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാ? എല്ലാത്തിനും ഞാൻ തന്നെ മുന്നിൽ നിൽക്കണമെന്നുള്ള വാശിയല്ലേ? പിന്നെ എങ്ങനെ കാണാനാ? ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ എത്രയോ ആളുകളുണ്ട്. അർജുൻ്റെ കഷ്ടപ്പാട് കണ്ട് ശിവൻ പറഞ്ഞു. ശിവൻ പറഞ്ഞതും അവനൊന്നും മറുപടിയായി ചിരിക്കുക മാത്രം ചെയ്തു. അവനെ ചേർത്ത് നിർത്തി ഒരുപാട് ഫോട്ടോകൾ കൂടി നിന്ന് എടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലരും ഉറപ്പിച്ചിരുന്നു ഇത് ഭദ്രയുടെ ആങ്ങള തന്നെയാകണമെന്ന്. അല്ലാതെ ആർക്കും മറ്റൊരു അഭിപ്രായം ഇല്ലെന്ന് പറയാം. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞതും അർജുൻ അവരുടെ അടുത്ത് നിന്ന് പോയിരുന്നു. പോകും മുന്നേ ശിവൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന കാര്യം. അതിനവന് മൂളുമ്പോൾ വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. ഇനിയിപ്പോൾ തിരക്കൊന്നും അങ്ങ് ഇല്ലെങ്കിലും. ശിവനെപ്പോലെ ഒരു ബിസിനസ്മാൻ്റെ കല്യാണം കൂടിയാണിന്ന്. ഇവിടെ വന്നിരിക്കുന്ന ഭദ്രയുടെ കുറച്ച് ബന്ധുക്കളൊഴികെ ബാക്കി എല്ലാവരും VIP ഗസ്റ്റാണ്. അങ്ങനെയുള്ളപ്പോൾ ശിവൻ്റെ അടുത്തേക്ക് കഴിക്കാൻ പോയിരിക്കുന്നത് ശരിയല്ലെന്നൊരു ചിന്ത അവനെ മനസ്സുകൊണ്ട് അവൻ്റെ ക്ഷണത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. സന്തോഷമായിരുന്നു ഭദ്രയ്ക്ക്. ഏറ്റവും നല്ല ആളെ കിട്ടിയതിന് അവൻ ഒരുപാട് സന്തോഷമായിരുന്നു. ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു കല്യാണം നടന്നതിനും. അമ്മേ അത്രയും സന്തോഷത്തിൽ നിൽക്കുമ്പോഴും ഭദ്രയുടെ ഉള്ളിൽ വേദനയായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാതെ പോയതിൻ്റെ വേദന. ഈ ഒരു ദിവസം, ഈ ഒരു നിമിഷം അവരല്ലേ തന്നെ ആദ്യം കാണേണ്ടത്. ശിവൻ്റെ അച്ഛനും അമ്മയും അടുത്ത ബന്ധുക്കളും അവർക്കരികിലേക്ക് വന്ന് ആശംസകൾ പറയുകയും ഫോട്ടോ എടുത്ത് പോവുകയുമൊക്കെ ചെയ്തു. കഴിഞ്ഞപ്പോൾ കുറേ നേരം ആയിരുന്നു. ഇടയ്ക്ക് അവൾക്ക് കുടിക്കാൻ ജ്യൂസെല്ലാം ചന്ദ്രിക കൊണ്ടു കൊടുത്തിരുന്നു. അതൊക്കെ കാണുമ്പോൾ കണ്ടു നിൽക്കുന്ന പലരും അവരെ നോക്കി ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ശിവനും ഭദ്രയും കഴിക്കാനിരുന്നപ്പോൾ രണ്ടാളും നല്ലോണം മടുത്തു പോയിരുന്നു. ഭദ്രയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് ഇതൊക്കെ ഒന്ന് അഴിച്ചുമാറ്റി കളഞ്ഞിട്ട് എവിടെയെങ്കിലും കയറി കിടന്നാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് മടുത്തിരുന്നു അവൾ. രാവിലെ തൊട്ട് ഒരേ നിൽപ്പല്ലേ. കിട്ടിയ സമയത്ത് അവളുടെ ബന്ധുക്കളും അവളുടെ അടുത്തേക്ക് മിണ്ടാൻ വന്നിരുന്നു. ഭദ്ര പക്ഷേ കൂടുതൽ അടുപ്പം കാണിക്കാത്തതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തുനിന്ന് പോയിരുന്നു. വിളിച്ചവർ എല്ലാവരും തന്നെ വരികയും ചെയ്തു. അർജുൻ അതുവഴി ഇതുവഴി നടന്നെങ്കിലും കഴിക്കാൻ നിന്നപ്പോൾ ശിവൻ ആളെ വിട്ട് അവനെ വിളിച്ചു വരുത്തിയിരുന്നു. അളിയൻ ഞങ്ങളുടെ അടുത്തിരിക്കാൻ കഴിയാതെ മുങ്ങി നടക്കുമായിരുന്നല്ലേ? അവനെ കണ്ടപ്പോൾ തന്നെ ശിവൻ ആദ്യം ചോദിച്ചു അതാണ്. ഏയ് ഇല്ല, ഒന്നും പറയണ്ട, ഇങ്ങോട്ട് വന്നേ. മറ്റാർക്കും കൊടുക്കാത്ത സ്വാതന്ത്ര്യം ശിവൻ അർജുന് കൊടുക്കുന്നത് കണ്ട് ശിവൻ്റെ ചില ബന്ധുക്കൾ മുറുമുറുക്കുന്നുണ്ടായിരുന്നു. അവൻ അതൊക്കെ അറിയുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് പോലും ചെയ്യാൻ പോയില്ല. അല്ലെങ്കിലും ശിവൻ അതൊന്നും കാര്യമാക്കുന്ന ആളല്ല. ഇവിടെ ഇരിക്കാം. ഭദ്ര തൻ്റെ അടുത്താണ് അവനെ പിടിച്ചിരുത്തിയത്. അവനപ്പുറം വീണയെ ഭദ്ര ആദ്യമേ തന്നെ പേടിപ്പിച്ചിരുത്തിയിരുന്നു. അവൾക്കും അവർ അടുത്തിരിക്കാൻ മടിയുണ്ടായിരുന്നു. ശിവൻ്റെ ഭാഗത്ത് അവൻ്റെ അച്ഛനും അമ്മയും അടുത്ത ഫ്രണ്ട്സും എല്ലാം ഇരിപ്പുണ്ട്. വരുന്നുണ്ട്. ആരാ? ഭദ്ര പറഞ്ഞതും അർജുൻ കാണുന്നത് ക്യാമറയും തൂക്കി അവർക്കടുത്തേക്ക് വരുന്ന ആളെയാണ്. സമാധാനത്തോടെ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ അതും സമ്മതിക്കില്ല. കാര്യം അവരുടെ ജോലിയുടെ ഭാഗമാണ് ഇതൊക്കെയെങ്കിലും ഭദ്രയ്ക്കിന്നെന്തോ ദേഷ്യമാണ് തോന്നിയത്. അത്രയ്ക്ക് മടുത്തിരുന്നു അവൾ. ഭദ്ര പറഞ്ഞു കഴിയും മുന്നേ അവർക്കടുത്തേക്ക് എത്തിയിരുന്നയാൾ. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ അങ്ങർക്ക് ചോറൊക്കെ വാരിക്കൊടുക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് പതുക്കെ കഴിച്ചാൽ മതി. അർജുൻ പറയുന്നത് കേട്ട് തിരിച്ചെന്തോ പറയാൻ വന്നതും ഫോട്ടോ എടുക്കുന്ന ആൾ ഭദ്രയോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു ശിവന് ഒരു ഉരുള വാരിക്കൊടുക്കാൻ. ഭദ്രയ്ക്കാണെങ്കിൽ എല്ലാവരും അവരെ നോക്കുന്നത് കണ്ടിട്ട് ആകെ ചമ്മലാണ്. അർജുൻ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് കഴിക്കുവാണ്. നോക്കിയിരിക്കാതെ വാരിക്കൊടുക്കടി. അർജുൻ അവളുടെ കയ്യിൽ തട്ടി പറഞ്ഞതും ചന്ദ്രികയോട് എന്തോ സംസാരിച്ച് നിൽക്കുന്നവനെ അവൾ കയ്യിൽ തട്ടി വിളിച്ചു. അവനും അപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്.
ഒന്നും പറയുകയോ ചോദിക്കുകയോ പോലും ചെയ്യാതെ വാ തുറന്ന് എന്നെ ശിവനെ നോക്കി കണ്ണുകെട്ടി ഭദ്ര. മാഡം കൊടുക്ക്. അവളിങ്ങനെ ആലോചിച്ചിരിക്കുന്ന കണ്ട് ഫോട്ടോ എടുക്കാൻ വന്ന ആൾ അവളോട് അത് എടുത്തു പറഞ്ഞതും ഭദ്ര അവൻ്റെ വായിലേക്ക് താൻ ഉരുട്ടി വെച്ച ചോറുള്ള വെച്ചു കൊടുത്തിരുന്നു. എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ശിവൻ അവളുടെ വായിലേക്കും വെച്ചു കൊടുത്തു. കുറേ നേരം അവിടെ അവരുടെ വക പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഭദ്രയ്ക്ക് നേരെയൊന്ന് കഴിച്ചു തുടങ്ങാൻ പറ്റിയത്. ഞാൻ വാരിത്തരണോ ഭദ്രേ? ശിവൻ അവളോട് ചോദിച്ചു. തരാൻ പറയടി, ഇന്നൊക്കെ ഇതിന് പറ്റൂ. അതോർത്ത് വേണം മറുപടി കൊടുക്കാൻ. അർജുൻ ശിവൻ പറയുന്നത് കേട്ട് ചിരിയോടെ ഭദ്രയോട് പറഞ്ഞതും അവളിലേക്കും അത് പകർന്നു. മടിച്ചു നിൽക്കാതെ വാ തുറക്ക് പെണ്ണെ, എൻ്റെ കൈ കഴയ്ക്കുന്നു. ശിവനെ നോക്കി ചിരിയോടെ അവൾ വാ തുറന്നു. ഇലയിലെ മുഴുവൻ അവനാണ് അവൾക്ക് വാരിക്കൊടുത്തത്. ശിവൻ ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ ഒരു മടിയുമില്ലായിരുന്നു. അവൻ്റെ മനസ്സിൽ അവൻ്റെ ഭാര്യയല്ലേ താൻ ഇങ്ങനെ ഊട്ടുന്നത് എന്നൊരു ഭാവമായിരുന്നു. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആളെയല്ലെന്ന് പറയാം ഇന്നവൻ. ആദ്യമൊക്കെ മടിയോടെ നിന്ന ഭദ്രയ്ക്കാണെങ്കിൽ ഇപ്പോൾ ചമ്മലോ നാണമോ ഒന്നുമില്ല. ഇടയ്ക്ക് അവരെ ആരൊക്കെയോ കളിയാക്കുന്നുണ്ടെങ്കിലും അവർ രണ്ടാളും അതൊന്നും കാര്യമാക്കാനേ പോയില്ല. കൂടുതലും ശിവൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു. അവർക്കൊന്നും ഈ പുതിയ ശിവനെ യാതൊരു പരിചയവുമില്ലായിരുന്നു. ഭദ്രയ്ക്ക് വാരിക്കൊടുത്തു കഴിഞ്ഞാണ് ശിവൻ കഴിച്ചതും. അപ്പോഴേക്കും ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോയിരുന്നു. അവർ മാത്രമായിരുന്നു. തിരക്കെല്ലാം ഒന്ന് ഒതുങ്ങി തുടങ്ങിയപ്പോൾ ആണ് ഭദ്രയ്ക്കും ശിവനും ഇറങ്ങാൻ സമയമായത്. ആ നേരം ആളുകളെ കാണിക്കാൻ ഭദ്രയുടെ ബന്ധുക്കൾ മുന്നോട്ട് വന്നിരുന്നു. അവളോട് കുശലം പറയാനായി. ഈ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് മനസ്സിലായി ഭദ്രയ്ക്ക് കിട്ടിയ ബന്ധം അവരുടെ കുടുംബം കൂടി രക്ഷപ്പെടുത്തി വിടാൻ കഴിവുള്ള അത്രയും കാശുള്ള വീട്ടിൽ നിന്നാണെന്ന്. അത് മനസ്സിലാക്കിയപ്പോൾ മുതൽ പതിയെ അവളുമായി പറ്റിച്ചേരാനാണ് അവരുടെ ഉദ്ദേശം. അതൊക്കെ ആദ്യമേ തന്നെ അവൾ മനസ്സിലാക്കി വെച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് നോക്കാൻ പോലും പോയില്ല ഭദ്ര. അവളെപ്പോലെ തന്നെ അർജുനും ശിവനും ഇതൊക്കെ അറിയാവുന്ന കൊണ്ട് പരമാവധി അവളുടെ അടുത്തേക്ക് അവരെ അടുപ്പിക്കാൻ പോയില്ല. ആപത്ത് സമയത്ത് ഒരല്പം പോലും മനുഷ്യപ്പറ്റി പോലും കാണിക്കാത്ത ഇനങ്ങളാണ്. അങ്ങനെയുള്ള ബന്ധുക്കളാണിപ്പോൾ സ്നേഹം കൂടാൻ വരുന്നത്. ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുക അല്ലാതെ അടുപ്പിക്കാനേ പാടില്ല. ഇനിയും വീഴുമ്പോൾ അന്നേരവും ഇവർ ഓടിപ്പോകും, നമ്മളെ കുഴിയിലേക്ക് ചാടിച്ചിട്ട്. മോളെ സമയമായി. ശിവൻ്റെ അച്ഛൻ പറഞ്ഞതും ഭദ്ര അർജുനെയും വീണയെയും നോക്കി യാത്ര പറഞ്ഞു. അവർക്ക് യാത്ര പറയാൻ ഈ ലോകത്ത് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ മാത്രമാണ് തനിക്കൊപ്പം എന്നും ഉണ്ടായിരുന്നത്. അർജുൻ്റെ വീട്ടുകാരും വീണയുടെ വീട്ടുകാരും ഉണ്ടായിരുന്ന അവിടെ അവരെയും അവൾ പ്രത്യേകം കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അവരൊക്കെ അവസരം കിട്ടിയപ്പോൾ അവളോട് വന്ന് സംസാരിക്കുകയും ചെയ്തു. അവരൊക്കെ എന്നും ഭദ്രയെ സ്വന്തം മോളായി തന്നെയാണ് കണ്ടത്. ആർക്കും താനൊരു ശല്യമാകണമെന്ന് കരുതി ഭദ്ര തന്നെയാണ് അവരോടൊക്കെ വിട്ടുനിന്നത്. ഇന്നും അവർക്ക് തന്നോടുള്ള സ്നേഹം നിലനിൽക്കാൻ അതാണ് ഏറ്റവും നല്ലതെന്ന് അവൾക്ക് തോന്നി. അവളുടെ ലോകത്ത് അർജുനും വീണയും മാത്രമായിരുന്നു. അവിടേക്ക് ശിവനും വന്നു. അവരുടെ അടുത്ത് മാത്രമായിരുന്നു അവൾ എല്ലാ സ്വാതന്ത്ര്യവും കാണിച്ചത്, എല്ലാ സ്നേഹവും എല്ലാ പിണക്കവും പരിഭവവും കാണിച്ചത്. അവരോടുള്ളതുപോലെ ഭദ്രയ്ക്ക് മറ്റാരോടും ഒരടുപ്പവുമില്ലായിരുന്നു. ഇപ്പോൾ ശിവൻ്റെ അച്ഛനും അമ്മയോടും അവൾക്ക് അടുപ്പമുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ആപത്ത് സമയത്ത് തന്നെ ചേർത്ത് പിടിച്ച ഏത് ചെറിയ മനുഷ്യനോടും അവൾക്കിപ്പോൾ സ്നേഹമാണ്. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഭദ്രയ്ക്ക് തൻ്റെ അമ്മയെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. ഈ നിമിഷം തൻ്റെ അടുത്ത് അച്ഛനും അമ്മയും ഇല്ലെന്നുള്ളത് ഒരു വലിയ കുറവ് തന്നെയായിരുന്നു അവൾക്ക്. അർജുനെ നോക്കി അവസാനമായി ഒന്നുകൂടി യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ശിവൻ്റെ തോളിൽ തലവെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ സന്തോഷവും സങ്കടവും ഒരുപോലെ അവളെ വന്നു പൊതിഞ്ഞു. അയ്യേ കരയാതെ പെണ്ണെ, ഇതിപ്പോൾ നീ ആദ്യമായിട്ട് എൻ്റെ കൂടെ വരുന്ന പോലെയാണല്ലോ. കെട്ടി കൂടെ പൊറപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷം 1 കഴിഞ്ഞു. ശിവൻ ചിരിയോടെ പറഞ്ഞതും ഭദ്ര മെല്ലെ അവൻ്റെ നെഞ്ചിലേക്കിടിച്ചു. കല്യാണത്തിന് വന്ന പലർക്കും സംശയമുണ്ട്. ചിലരൊക്കെ എന്നോട് ചോദിക്കുകയും ചെയ്തു. നിന്നോടാരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ? എന്ത്? നിന്നെയും എന്നെയും അവരൊക്കെ പലതവണ ഒരുമിച്ച് കണ്ടിട്ടുണ്ടെന്ന്. അവർക്കതുകൊണ്ട് തന്നെ പലവിധ സംശയങ്ങളാണ്. എപ്പോൾ എവിടെ വെച്ച്? അവൾ ഞെട്ടലോടെ അവനോട് ചോദിച്ചു. 1-2 പേരെ കണ്ടിട്ടുണ്ടെന്നറിയാം, അല്ലാതെ ആർക്കും അങ്ങനെ അറിയില്ല. ശിവേട്ടൻ എല്ലാവരും കണ്ടോട്ടെ എന്ന് കരുതി ഓരോന്ന് ചെയ്യുമെങ്കിലും താൻ പലപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നത്. പുറം ലോകം പെട്ടെന്നറിയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുമെന്ന് അറിയാമായിരുന്നു. എൻ്റെ പെണ്ണെ, നീ ഒന്ന് ശ്വാസം വിട്. ഇനി എന്താ ആരും എന്തും വേണേലും അറിഞ്ഞോട്ടെ. ഇത്രയും നാളും ഒന്നും അറിയരുതെന്ന് നീ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും അറിയിക്കാൻ നിൽക്കാഞ്ഞത്. അല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം അറിഞ്ഞേനെ. അവനൊരു ചിരിയോടെ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചവരോടൊക്കെ ശിവേട്ടൻ എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞു, നമ്മൾ വർഷങ്ങളായി സ്നേഹത്തിലായിരുന്നു. അതിനിടയ്ക്ക് കറങ്ങാൻ പോയപ്പോൾ വല്ലതും കണ്ടതാകുമെന്ന്. ലിവിങ് ടുഗദർ ആണെന്ന് ഞാൻ പറഞ്ഞേനെ. പിന്നെ അതിൻ്റെ പേരിൽ 100 ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി ഒന്നും മിണ്ടാഞ്ഞതാണ്.
അയ്യടാ കൊള്ളാലോ. അവൻ്റെ കവളിൽ ഒരു കുത്തുവെച്ച് കൊടുത്തതും ശിവൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അവിടുന്ന് തുടങ്ങിയായിരുന്നു അവരൊരുമിച്ചുള്ള മറ്റൊരു യാത്ര.